CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വ്യാഴാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണെടുക്കാനുള്ള അനുമതി ജിയോളജി വകുപ്പ് റദ്ദാക്കി. മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി നൽകിയ കോടതി അലക്ഷ്യ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി നൽകിയ ഉത്തരവനുസരിച്ചാണ് ജിയോളജി വകുപ്പിന്റെ നടപടി. ബംഗളൂരുവിൽ തൃത്താല സ്വദേശിയായ ലോറി ഡ്രൈവറെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഹപ്രവർത്തകനായ പ്രതി പിടിയിൽ. കാസർഗോഡ് രാജപുരം പനത്തടി സ്വദേശി മുണ്ടൂർ വീട്ടിൽ ജോസഫ് ജോണാണ് പോലീസിന്റെ പിടിയിലായത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. വേലൂർ തലക്കോട്ടുകര സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്ററിലെ ജീവനക്കാരി പോക്കാക്കില്ലത്ത് വീട്ടിൽ റിഫാഹിം ഭാര്യ 52 വയസ്സുള്ള ഷെജിലയാണ് മരിച്ചത്. പൊന്നയൂർ പഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് അസോസിയേഷൻ CITU കുന്നംകുളം ഡിവിഷൻ സമ്മേളനം നടന്നു. അണ്ടത്തോട് CH കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കൊരട്ടിക്കര വട്ടമാവ് വിളക്ക് കമ്മിറ്റി ദേശവിളക്കും അന്നദാനവും നടത്തി. വെള്ളുത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ മലിനീകരണ പ്രതിരോധ ദിനം ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് സന്ദേശം നൽകി. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ കുന്നംകുളം കഥാ ക്ലബിന്റെ വാർഷികാഘോഷം ഡിസംബർ 8 ഞായറാഴ്ച കുന്നംകുളം ബദനി കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടക്കും. വൈകിട്ട് 3 നടക്കുന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും NREG വർക്കേഴ്സ് യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM കടവല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം തുടങ്ങി. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. വേലൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നടുവിലങ്ങാടി താണിക്കൽ ചാലിശ്ശേരി ബാബു ജോർജ് മകൻ 27 വയസ്സുള്ള ജിബിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്കാരം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.